പുഡിംഗ് ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ? നല്ലൊരു ലഞ്ചോ ഡിന്നറോ കഴിച്ചതിന് ശേഷം ഇതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങും കൂടി ഉണ്ടെങ്കിൽ വിരുന്ന് ഉഷാറായി. പാലാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ക്രീമോ ഒന്നും തന്നെയില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പുഡിംഗ് തയ്യാറാക്കുന്നതിനായി ആദ്യമേ തന്നെ 2 കപ്പ് അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ ഒരു പാനിലൊഴിച്ച് പതുക്കെ ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ വെച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ചൂടാക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ഫുൾ ഫാറ്റ് പാലാണ് ഈ ഒരു പുഡിങ്ങിന് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ ഈ പാല് ചൂടാവുന്ന സമയത്ത് നമ്മൾക്ക് വേറെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായി പറയുന്നില്ല. ഈ മൈദ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്നത് വരയ്ക്കും പാല് ചേർത്താൽ മതി. നല്ലൊരു വിസ്ക് കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലും ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൈദ പോലെയല്ല, കോൺഫ്ലോർ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോഴിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ആയതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം. അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനോട് കൂടെ തന്നെ ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ കാരമലിൻ്റെയോ ബദാമിൻ്റെയോ അതോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കായോ ജീരകമോ പൊടിച്ചിട്ടാലും മതിയാവും. പഞ്ചസാരയും വാനിലയും ചേർത്തതിന് ശേഷം തന്നെ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്നതിനോട് കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പാല് ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയും കോൺഫ്ലവറും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിഭാഗം ചേർത്ത് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയും കോൺഫ്ലവറും നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം വേണം നമ്മുടെ പാല് നന്നായിട്ട് കട്ട പിടിക്കാനായിട്ട്. ഇതുപോലെ ഒരു വിസ്ക് വെച്ചാണ് ഇളക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കൈ എടുക്കാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. നല്ല സിൽക്ക് പോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ, ഒട്ടും തന്നെ കട്ടകളില്ലാതെ. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾക്കിതിലേക്ക് ഒരു 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് ആയിരിക്കും, നല്ലൊരു ടെക്സ്ചറും കൂടി ആയിരിക്കും നമ്മുടെ ഈ ഒരു മിക്സിന് കിട്ടുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ബട്ടർ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ചൂടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉരുകി വന്നോളും. പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റണം, അതും ചൂടോടുകൂടെ തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ബൗൾ നന്നായിട്ട് നെയ്യെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ബൗളില്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ചെയ്താലും മതി. അപ്പോൾ ചൂടോടുകൂടെ തന്നെ ഈ ഒരു മിക്സ് ഈ ബൗളിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വീണ്ടും കട്ട കെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് ഒഴിക്കുമ്പോൾ ഈ ബൗളിൻ്റെ മുകൾ ഭാഗം വരെയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം നമ്മൾ നിറച്ചാൽ മതിയാകും. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നമ്മൾക്കൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നന്നായിട്ട് തണുത്ത് കിട്ടുമ്പോഴായിരിക്കും ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പീനട്ട്, കുറച്ച് നിലക്കടല എടുത്ത് നന്നായി വറുത്തതിന് ശേഷം ഇതുപോലെ ഒരു കല്ലിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട്, അതായത് പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ കുറച്ചെടുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതെല്ലാം ഇവിടെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലക്കടലയ്ക്ക് പകരം കാഷ്യൂ നട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഇതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വെക്കുക. അപ്പോൾ ഇത് രണ്ടും, ആ വെള്ളവും ഈ മുകളിൽ വെച്ച പാത്രവും തമ്മിൽ മുട്ടാതെ വേണം നമ്മൾ വെക്കാനായിട്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മുകളിലത്തെ പാത്രത്തിലേക്ക് അല്പം ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളത് ഡയറി മിൽക്ക് ആയതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉരുകി വരാനായിട്ട് ഇതിലൊരു 2-3 തുള്ളി വെള്ളവും കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ നമ്മൾക്ക് ഈ സമയത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ ബൗൾസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. എത്ര നേരം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതിനുശേഷം ഇത് ഓരോന്നും എടുത്ത് ഇതിൻ്റെ സൈഡൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം.
തിരക്കൊന്നും ഇല്ലാതെ വളരെ പതുക്കെ വേണം ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ. ഇതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കമിഴ്ത്തി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പുഡിംഗ് അതിലേക്ക് നല്ല ഭംഗിയായിട്ട് വന്ന് വീണോളും. ഇത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ പുഡിംഗ് നമ്മൾക്ക് കിട്ടുക. ഇതേപോലെ തന്നെ മറ്റുള്ള പുഡിങ്ങുകളും പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്കൊരു കോട്ടിംഗ് കൊടുക്കാനുണ്ട്. അതിനായിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ പീനട്ടെല്ലാം വറുത്ത് പൊടിച്ചു വെച്ചത്. ഇനി നമ്മൾ എടുത്തു വെച്ച പുഡിംഗ് ഇതുപോലെ ഒന്ന് ഇതിലോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പീനട്ട്സൊക്കെ പറ്റി പിടിച്ചോളും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പതുക്കെ വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നടുവേ ഇത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പതുക്കെ വീണ്ടും വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം ആ പീനട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള പുഡിങ്ങുകളും നമുക്ക് പീനട്ടിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അവസാനത്തെ ഒരു ഡെക്കറേഷനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ കഴിക്കാനായിട്ട് ആളുകൾ വരുന്നതിന് മുന്നേ മാത്രം ചെയ്താൽ മതിയാകും. അപ്പോഴാണ് ഇത് ഭംഗിയായിട്ട് ഇതിന് മുകളിൽ തന്നെ ഇരിക്കുക. ഇനി അവസാനമായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം പുതിനയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിനും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ എളുപ്പത്തിലുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കാണും. വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്നൊരു പുഡിങ് തന്നെയാണിത്. അപ്പോഴിനി വീട്ടിൽ ആര് വിരുന്ന് വന്നാലും നല്ലൊരു ഭക്ഷണത്തിന് ശേഷം ഈ ഒരു പുഡിങ്ങും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഈ പീനട്ടും ചോക്ലേറ്റും കൂടെ വരുന്നത് കൊണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഒരു പാൽ പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്